friends, welcome back to Pori Kitchen. I am Milu. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേന ചെമ്മീൻ തീയൽ നാടൻ രീതിയിൽ പെർഫെക്റ്റ് ആയി എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഈ ഒരു തീയലിന്റെ മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തീയലും വളരെ ഭംഗിയായിട്ട് ടേസ്റ്റി ആയിട്ട് നമ്മുടെ അമ്മൂമ്മമാരുടെ രുചിക്കൂട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീയൽ ഉണ്ടാക്കാൻ വേണ്ടി ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 15-20 ചെമ്മീനോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ടവർക്ക് അതും ചേർക്കാം. പിന്നെ ഒരു 1/2 കിലോ ചേന കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇതേ കൊട്ട തേങ്ങയാട്ടെ, ഇതേപോലത്തെ തേങ്ങയാണ് നമ്മൾ വറുത്തിറക്കാൻ വേണ്ടി എടുക്കുന്നത്. അതൊന്ന് ചിരവി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് പതിയെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതേപോലെ ഈവനായിട്ട് കിട്ടും. ഇനി നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ ഡ്രൈ ആവുന്നവരെ ഹൈ ഫ്ലെയിമിലിടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയാസമാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. അപ്പോൾ ചേന തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും വേകുന്നവരെ അടച്ച് വേവിക്കുക. അപ്പോൾ പ്രോൺസിന് വേവ് വളരെ കുറവാണ്, പക്ഷേ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ചിട്ട് വേവിച്ചിരിക്കുന്നത് ശരിക്കും പ്രോൺസ് വളരെ കുറച്ച് സമയം കൊണ്ട് വേവുന്ന ഒന്നാണ്. ഇനി അതിലേക്ക് ഒരു 3 ചുള വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഒരു 1.5 പിടി മല്ലിയും ഒരു 8-9 റെഡ് ചില്ലി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിരിയൻ മുളകോ അല്ലെങ്കിൽ ഇതേപോലുള്ള സാധാരണ മുളകോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ച് ഇതേപോലത്തെ കളറാക്കി എടുക്കണം. ഈ ഒരു കളറ് വന്ന് നമ്മുടെ ആ മുളകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോഴാണ് അത് കറക്റ്റ് മൂക്കൽ ശരിയാവുന്നത്. ഇനി നമ്മൾ 2 നുള്ള് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചെമ്മീൻ ചേർത്തത് കൊണ്ടാണ് ഈ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അല്ലാത്ത തീയലിന് പെരിഞ്ചീരകം ചേർക്കണം എന്നില്ല. ഇനി ഇതാകണ്ട മുളക് ഇപ്പം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് ഇളക്കുന്ന സമയത്ത് ഒരു കലകല ശബ്ദം കേൾക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ്. അപ്പോൾ നന്നായിട്ട് മൂത്താൽ മാത്രമേ നമ്മൾ ഇത് അരയ്ക്കുമ്പോൾ കറിക്ക് കളർ ഉണ്ടാവുള്ളൂ. ഇനി തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താണ്. ഇനി നമുക്ക് ചാറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രേവിക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീയലുണ്ടാക്കുമ്പോൾ എപ്പോഴും മുഴുവനായുള്ള മല്ലിയും അതേപോലെ മുളകും ചേർക്കുക, പൊടി ചേർക്കാതെ. അതാണ് നമ്മുടെ തീയലിൻ്റെ ഹൈലൈറ്റായിട്ട് വരുന്നത്. ടേസ്റ്റ് ആയാലും കളർ കോമ്പിനേഷൻ ആയാലും കറക്റ്റായിട്ട് വരുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ്. അതിലേക്ക് ഞാൻ വാളംപുളി നെല്ലിക്ക വലുപ്പത്തിലുള്ളത് പിഴിഞ്ഞ് ചേർത്തു. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്തിട്ട് വേണം അരപ്പ് തിളപ്പിക്കാനായിട്ട് വെക്കാൻ. ഇനി നമ്മളിത് അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളക്കണം കേട്ടോ. തിളച്ച് ആ അരപ്പും കറിയായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് അടപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഒരു സൈഡിൽ ആ അരപ്പൊക്കെ തിളച്ച് വരട്ടെ. ഇനി നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ താളിപ്പ്. ഇനി വട്ടത്തിൽ അരിഞ്ഞ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നു. അപ്പോൾ ചെമ്മീൻ്റെ റെസിപ്പികൾ വേറെയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇനി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കറിയുടെ കളർ ഉണ്ടോ, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.